വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സവാൻ. ട്രാവൽ വിത്ത് സവാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അവാർഡ് ദാന ചടങ്ങിനെ പറ്റി ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുന്ന ഒരു ലേഡിയുടെ വീഡിയോ നമ്മളടുത്തൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കർമ്മശ്രേഷ്ഠ അവാർഡ് APJ അബ്ദുൽ കലാമിനെ നാണം കെടുത്തി എന്നൊക്കെയാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ അവാർഡ് ദാന ചടങ്ങ് പ്രഖ്യാപിച്ച വ്യക്തി, ആ പുള്ളിക്കാരിയുടെ പേര് താര എന്നോ എന്തോ ആണ്. ആ താര ഒരുപാട് കഷ്ടപ്പെട്ടു, ഇതിന് പിന്നാലെ നടന്ന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ രേണു സുധി, അതായത് അലൻ ജോസ് പെരേര, തനുജയുടെ കുഞ്ഞുണ്ട്, അവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നതിൽ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പേരിപ്പോൾ ഇവർ എന്തുവാ കർമ്മശ്രേഷ്ഠ അവാർഡ് പവേർഡ് ബൈ മറ്റേ APJ അബ്ദുൽ കലാം എന്നൊക്കെ പറഞ്ഞ് പേര് വെച്ചതിനോട് നമുക്ക് ആ ഒരു ഇതിന് അവരത് പേര് വെച്ചത് അവർക്ക് ചിലപ്പോൾ ആ പേര് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ റീച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടായിരിക്കാം. എനിവേ നോട്ട് പ്രോബ്ലം. എനിക്ക് പ്രോബ്ലം ഇല്ല, അത് കേട്ട പലർക്കും പ്രോബ്ലം ഉണ്ടായി. അതിൻ്റെ പേരിലാണ് അവർ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അതിലൊരു മുംതാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു ലേഡിയുടെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടു. നല്ല സൂപ്പർ വോയിസ് ആയിരുന്നു. തനുവിനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനകത്തൊക്കെ. നമ്മൾ അതൊന്നും കേൾക്കാൻ പോയില്ല. നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആ ചാനൽ ഓണർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ ഈ സൈഡിലോട്ട് പ്ലേ ചെയ്യാം. മോള് പറ മോളെ, കേക്കട്ടെ, പറയട്ടെ. സോഷ്യൽ കണ്ടന്റ് ക്രിയേറ്റർ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനാണ് കർമ്മശ്രേഷ്ഠ അവാർഡ് തനൂജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, തനൂജയ്ക്ക് വേണ്ടുന്നത് അവാർഡല്ല. ഓക്കെ, മോള് പറഞ്ഞ കാര്യം ശരിയാണ്, സത്യം. ഒരു കർമ്മശ്രേഷ്ഠ അവാർഡ് കിട്ടിയിട്ട് തനുജയ്ക്ക് എന്ത് ചെയ്യാനാ? മാത്രമല്ല, തനുജ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് ശ്രേഷ്ഠമായ കർമ്മമാണ് കാണിക്കുന്നതും ചെയ്തിട്ടുള്ളതും. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയാണ് തനുജ, ഒരു പെൺകുട്ടിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് ഈ കർമ്മശ്രേഷ്ഠ അവാർഡല്ല. നിങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്ക് ചെയ്യേണ്ടുന്നത്, കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ആ വ്യക്തിക്ക് ചെയ്യേണ്ടുന്നത്, സ്വന്തമായിട്ട് കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കിടപ്പാടം കൊടുത്തിരുന്നെങ്കിൽ ഇതിലും അന്തസ്സുണ്ടായിരുന്നേനെ. അല്ലാതെ ഈ കർമ്മശ്രേഷ്ഠ അവാർഡ് എനിക്കിത് അതാണ് മനസ്സിലായോ, അതാണ് വേണ്ടുന്നത്. അല്ലാതെ നിങ്ങൾ ഈ അവാർഡും കുടച്ചക്രമൊന്നും ഇവിടെ അവർക്ക് ആവശ്യമില്ല. അവർക്കിപ്പോൾ വേണ്ടുന്നത് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കിടക്കാൻ ഒരു ഇടം, ഒരു വീട്. അനുഗ്രഹ കുഞ്ഞിന് അമ്മയ്ക്കും കയറി കിടക്കാൻ ഒരു വീടാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഒരു അവാർഡ് കൊടുത്ത് അവരെ, അതും APJ അബ്ദുൽ കലാമിൻ്റെ പേരിലൊക്കെ അവാർഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് ഇവരെ കുറ്റം പറയണം. ഇത് മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ. അല്ലെങ്കിൽ ഈ രേണു സുധിയുടെയും അലൻ ജോസ് പെരേരയുടെയും കൂടെ ഈ തനുവിനെ വിളിക്കേണ്ട കാര്യം എന്ത്? മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു അവാർഡ് ദാന ചടങ്ങാണെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം കേട്ടോ. നിങ്ങൾ ഈ അവാർഡ് കൊടുക്കാൻ അവർക്കൊരു വീട് വെക്കാനായിട്ട് നിങ്ങൾ വലിയ ചാരിറ്റി ഒക്കെയാണെന്നല്ലേ പറയുന്നത്. ഒരുപാട് പേര് സഹായിക്കാൻ തയ്യാറാണ്. അവിടെ $1000 എന്തോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വൈസ് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ചാനൽ, യൂട്യൂബറാണ്, അതും മനസ്സിലാക്കണം. അങ്ങനെ അതിന് ആ കുഞ്ഞിന് കയറി കിടക്കാം. ഒരു പെൺകുഞ്ഞാണ്, വളർന്നു വരുന്നൊരു പെൺകുച്ചാണ്. അതിന് വാടക വീടും കയറി ഇറങ്ങാൻ വിടാതെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലാതെ അവാർഡൊക്കെ ശോകം. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായും തനുജനെ ഇവൻ അലൻ ജോസ് പെരേര, ഈ ടീമുകൾ, രേണു സുധി, ഇവരുടെയൊക്കെ കൂടെ വിളിച്ചു ഇരുത്തിയിട്ട് അപ്പോൾ ആ ഒരു രീതിയിലേ ഇവർ കാണുന്നുള്ളൂ, മനസ്സിലായി. അതും പേരേതാ? APJ അബ്ദുൽ കലാം.